Hello, my dear students. Welcome back to Answer Learning Portal. Thumbnail കണ്ട പോലെ നമ്മൾ ക്രിസ്മസ് എക്സാം ആണല്ലോ വന്നിട്ടുള്ളത്. ക്രിസ്മസ് എക്സാമിന് സാർ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിന് ക്വസ്റ്റ്യൻ വരുമോ ചോദിക്കും. കാര്യം എന്താന്ന് വെച്ചാൽ 1-2 യൂണിറ്റ് നിങ്ങൾക്ക് ഓണം എക്സാമിന് കഴിഞ്ഞില്ലേ, 1-2 യൂണിറ്റ്, ദെൻ 3-4 അല്ലെ ഓണം എക്സാമിന് കഴിഞ്ഞു. 3-4 യൂണിറ്റ് ആണ് പിന്നെ നമുക്ക് എന്ത് ചെയ്യുന്നത് ക്രിസ്മസ് എക്സാമിനുള്ളത്. സോ ഈ 3-4 യൂണിറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൽ മെയിൻ 2 ചാപ്റ്റേഴ്സ് ആണ്. ഒന്ന് 3 വീൽഡ് റെവല്യൂഷനും മറ്റൊന്ന് ഏതാണ് പറ ദീദി എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. My dear students, look at this question. നോക്കൂ നിങ്ങൾ, your class is doing a project on social entrepreneurship അല്ലേ? ഒരു സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ച് നിങ്ങളെ ക്ലാസ് ഒരു പ്രോജക്റ്റ് ചെയ്യാണ്. ആസ് എ ലീഡർ ഓഫ് യുവർ ക്ലാസ്, നിങ്ങളെ ക്ലാസ് ലീഡർ നിങ്ങൾക്ക് യു ആർ ഗിവൺ ദ ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് ഒരു അവസരം നൽകപ്പെട്ടു ടു ഇന്റർവ്യൂ ഷഹീൻ മിസ്ത്രി അല്ലേ? ഷഹീൻ മിസ്ത്രീനെ ഏതിലുള്ള പറ ദീദി എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള അല്ലേ? നമ്മളെ ദീദി ചേച്ചിയാണ് ആര്? ഷഹീൻ മിസ്ത്രി. വാട്ട് വുഡ് യു ആസ്ക് ഹർ? നിങ്ങൾ എന്താണ് ആ ഷഹീൻ മിസ്ത്രിയോട് ചോദിക്കുക? ഫ്രെയിം ഫോർ റെലവന്റ് ക്വസ്റ്റ്യൻസ് ഫോർ ഇന്റർവ്യൂ. നിങ്ങൾ ഇന്റർവ്യൂവിന് ഷഹീൻ മിസ്ത്രിയോട് ചോദിക്കാൻ സാധ്യതയുള്ള 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി വെച്ചാൽ നോക്കൂ, നിങ്ങൾ 4 മാർക്ക് കിട്ടും. 2018 ഒരു ക്വസ്റ്റ്യൻ ആണ്, 2020 ചോദിച്ചത് പ്രിപ്പയർ ഫോർ റെലവന്റ് ക്വസ്റ്റ്യൻസ് അല്ലേ? ഇതിൽ ആരെയാണ് പറ ഷഹീൻ മിസ്ത്രീനെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ചോദ്യം ചോദിക്കണം. ഇതുപോലെ നമുക്ക് ഇർഫാൻ ആലത്തിനോടും ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ സർ എന്ത് ചോദ്യമാണ് ചോദിക്കുക അല്ലെ? നോക്കൂ നിങ്ങൾ, അങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് ചോദ്യം ചോദിക്കും എന്നുള്ള മറുപടിയാണ് ഈ ഒരു ക്ലാസ് മക്കളെ ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. അപ്പോ പലതവണ 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് കേട്ടോ. ആരോടാണെങ്കിലും, ഇർഫാൻ ആണെങ്കിലും ശരി, ദീദി ആണെങ്കിലും ശരി മക്കളെ, നോക്കൂ നിങ്ങൾ, സർ വെൽക്കം ടു ദീദി അല്ലേ? നമ്മുടെ സർ എന്നുള്ള എന്തായി മാറും, പറ മാഡം എന്നായി മാറും കേട്ടോ. വെൽക്കം ടു ദ ഇൻട്രാക്ഷൻ. ഈ ഇൻട്രാക്ഷനിലേക്ക് സ്വാഗതം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ക്യാൻ യു ടെൽ സംതിങ് അബൌട്ട് യുവർ സെൽഫ്? നിങ്ങൾക്ക് വിരോധം അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുമോ? ആൻഡ് യുവർ അച്ചീവ്മെന്റ്, നിങ്ങൾ നേടിയിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ചും അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അപ്പോൾ ശരിക്കും ഇതിന് റിപ്ലൈ വേണം എന്നുണ്ടെങ്കിൽ അല്ലേ, നിങ്ങൾ ദീദി എന്തൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ആം ദ ഫൗണ്ടർ ഓഫ് ആകാംക്ഷ ഫൗണ്ടേഷൻ. പിന്നെ നമ്മുടെ ഇർഫാൻ ആലാണെങ്കിലോ പറ ഐ ആം ദ ഫൗണ്ടർ ഓഫ് സമ്മാൻ ഫൗണ്ടേഷൻ അല്ലേ? ഐ ബിക്കെയിം ദ ഷെൽട്ടർ ഫോർ ദി പൂർ, റിക്ഷാ പുളേഴ്സ് എന്ന് പറഞ്ഞാണ്ട് നിങ്ങൾക്ക് ആൻസർ കൊടുക്കാം കേട്ടോ. അടുത്തത്, ഹൗ ക്യാൻ യു റീച്ച് ഇൻ ദിസ് പൊസിഷൻ? നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു പൊസിഷനിൽ എത്താൻ പറ്റിയത്? ഉത്തരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും, ബിക്കോസ് ഓഫ് മൈ ഹാർഡ് വർക്ക്. എൻ്റെ കഠിനാധ്വാനം കാരണമാണ് എനിക്ക് ഈ പൊസിഷനിൽ എത്താൻ പറ്റിയത് എന്ന് പറയുന്ന ഒരു ആൻസർ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. ആൻസർ വേണം റിക്വയർഡ് ആണെങ്കിൽ. അടുത്ത് നോക്കിക്കോളൂ, വാട്ട് ആർ ദ obstacles you faced to achieve this position? എന്തെല്ലാം തടസ്സങ്ങളാണ് ഈ ഒരു പൊസിഷൻ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്നല്ലേ? ഒരുപാട് അല്ലേ, ലോട്ട്സ് ഓഫ് obstacles I have faced അല്ലേ? ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് അല്ലേ? അങ്ങനെ ലാക്ക് ഓഫ് ഫിനാൻസ്, ലാക്ക് ഓഫ് അല്ലേ, പിന്നെ അലോയിങ് സ്കൂൾസ് അല്ലേ, അത് സ്കൂളുകൾ എന്ത് ചെയ്യുന്നില്ല, അനുവദിക്കുന്നില്ല. പല ആളുടെ ലോട്ട് ഓഫ് സ്കൂൾ മാനേജ്മെന്റ് റിജക്റ്റഡ് അല്ലേ? എന്തിനാണ്? ആകാംക്ഷ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? അങ്ങനെ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വെല്ലുവിളി നേരിടണം. ആൻസർ കൊടുക്കാം കേട്ടോ. അടുത്തത്, വാട്ട് വാസ് ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ലീഡ് യു ഇൻ ടു ദിസ് പ്ലാൻ? നിങ്ങൾക്ക് പ്രചോദനമായത് എന്താണെന്നുള്ളതാട്ടോ. നിങ്ങൾക്ക് പലതും വെക്കാൻ പറ്റും. ദിദി എന്ന് പറയുന്ന ചാപ്റ്ററിൽ അവൾക്ക് പ്രചോദനമായത് എന്താണല്ലേ? ഞാൻ കണ്ടു അല്ലേ, സം കിഡ്സ് ദേ ആർ ബെഗിങ് ഫോർ മണി ആൻഡ് ഫുഡ് അല്ലേ? ദാറ്റ് വാസ് മൈ ഇൻസ്പിറേഷൻ ടു ഹെൽപ്പ് ദം അല്ലേ? അവരെ സഹായിക്കാനുള്ള എൻ്റെ ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ഞാൻ അവരെ എൻ്റെ കാറിന് മുന്നിൽ ഇങ്ങനെ ബെഗ് ചെയ്യുന്ന കണ്ടപ്പോഴാണ് അല്ലേ? അതായിരുന്നു എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഹാപ്പി ഹോമിൽ പോയ സമയത്ത് കണ്ട കാഴ്ചകളാണ് എനിക്കുണ്ടായ ഇൻസ്പിറേഷൻ എന്ന് പറയാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ മക്കളെ? അപ്പൊ ആൻസർ വേണമെങ്കിൽ അത് കൊടുക്കാൻ പറ്റുള്ളൂ. അടുത്തത്, ഹൗ ഡു യു ഫേസ് ദ ചാലഞ്ചസ് ഇൻ യുവർ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫ്? നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലുള്ള വെല്ലുവിളികളെ നിങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത്? ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റും, വിത്ത് പോസിറ്റീവ് മെന്റാലിറ്റി, വിത്ത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നോ എന്തും നിങ്ങൾക്ക് ഉത്തരം വെക്കാൻ പറ്റും. വിത്ത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നോ മെന്റാലിറ്റി എന്നോ എന്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറ ആൻസർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് നോക്കിക്കോളൂ മക്കളെ, നെക്സ്റ്റ് നോക്കിക്കോളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ് എന്നുള്ളതാട്ടോ മക്കളെ. ആ ഫ്യൂച്ചർ പ്ലാൻ എന്ത് കൊടുക്കാമല്ലോ, ഐ ഹാവ് ലോട്ട് ഓഫ് പ്ലാൻ എന്നൊക്കെ പറയാണ്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. അടുത്തത്, ഡു യു ഹാവ് എനി മെസ്സേജ് ടു ഗിവ് യങ് ജനറേഷൻ? പുത്തൻ തലമുറക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് വല്ല മെസ്സേജ് ഉണ്ടോ എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചാൽ നോക്കൂ നിങ്ങൾ, 1 2 3 4 5 6 7 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഈ 7 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് 4 അല്ലെങ്കിൽ മാക്സിമം 6 ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മക്കളെ അത് ഇർഫാനാലല്ല, ദീദിയല്ല, ആര് വന്നാലും എന്ത് ചെയ്യാൻ പറ്റും, ഈ ചോദ്യം ചോദിച്ചു
കൊടുത്താൽ എൻ്റെ മക്കൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് 4 to 6 മാർക്കാട്ടോ, 4 to 6 മാർക്കാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. സോ ഡു വെൽ, പെർഫോം വെൽ. നോട്ട്സിനായി താഴെ കാണുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്കിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ബൈ.